സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ സഹസ്രനാമജപം കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഊർജം അത് വർദ്ധിപ്പിക്കാനും അത് നിലനിർത്താനും സഹായിക്കും. പക്ഷെ അത് ശ്രദ്ധയോടുകൂടി ഭജിക്കണം എന്ന് പറയും ആചാര്യന്മാർ. ആ ശ്രദ്ധയാണ് നമ്മളിൽ നിന്ന് പലപ്പോഴും ഇല്ലാതെയാവുന്നതെന്ന് പറയും. അതുകൊണ്ടാണ് എല്ലാം ഒരു ചടങ്ങായിട്ട് അധര വ്യായാമമായിട്ട് ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. അതുപോലെ ഈ ആരോഗ്യമുള്ള ശരീരവും മനസ്സും നമുക്ക് നേടിത്തരുന്നു. കാരണം ഓരോ തവണ നാമം ജപിക്കുമ്പോഴും മനസ്സിലുള്ള ചിന്തകളെ എറേസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ശരിക്കും പറയുമെങ്കിൽ നമ്മൾ ഈ ഇതിൻ്റെ ഫലശ്രുതിയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആയുരാരോഗ്യ സൗഖ്യം, പുത്ര സൗഭാഗ്യം, അതുപോലെ ജീവിതത്തിൽ നന്മകൾ ഒക്കെ വരും, അഭിവൃദ്ധി, ധനലാഭം, ഇതൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം മനസ്സിൻ്റെയാണ്. ഇപ്പം മനസ്സിലുള്ള ആ ഒരു കാലുഷ്യങ്ങളും പാപ കർമ്മവാസനകളും ഒക്കെയാണ് പലതിനും ഒരു തടസ്സം നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ചിലതൊന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് കാരണം നമ്മൾ ഈ ജന്മത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പല കർമ്മവാസനകളാണ്. അത് പൂർവ്വജന്മത്തിലൂടെ നമുക്ക് കിട്ടിയതാവാം, പല ജന്മങ്ങളിലൂടെ കിട്ടിയതാവാം. അപ്പോൾ മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ജന്മത്തിലെ പ്രാരബ്ധ കർമ്മവാസനകളെയും നമുക്ക് നീക്കാൻ കഴിയും. അതുപോലെ തന്നെ മുജ്ജന്മ കർമ്മവാസനകളെയും പതുക്കെ നീക്കാൻ എന്നും ഉള്ള നാമജപം സഹായിക്കുമെന്ന് പറയുന്നു. അതുമാത്രമല്ല അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അത് കലികാലത്ത് കൂടുതലാണെന്ന് പറയുന്നതിൽ അത് ഒട്ടും അത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നതല്ല, അത് ശരിക്കും ഉള്ളതാണല്ലോ. നമ്മൾ പത്രങ്ങളെടുത്ത് നോക്കിയാലും ടി വിയിലൊക്കെ ന്യൂസ് കാണുമ്പോഴൊക്കെ നമുക്ക് അറിയുന്നതല്ലേ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ആണല്ലോ. പുരുഷന്മാർക്ക് ഉണ്ടെങ്കിലും എന്നാലും സ്ത്രീകളും കുട്ടികളും അവർക്ക് അതിനെ നേരിടാൻ ഇത്തിരി വിഷമം ഉണ്ട് പല കാര്യങ്ങളും. അപ്പോൾ ഈ നേരിടുന്ന വെല്ലുവിളികളെ വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് പ്രതിരോധിക്കാൻ നമുക്ക് ലളിതാ സഹസ്രനാമ ജപം വഴി ആ ഒരു നാമജപത്തിൻ്റെ ഒരു കവചം നമ്മൾക്ക് ഒരു രക്ഷയായിട്ട് മാറും. അപ്പോൾ കുട്ടികളെയും നമുക്കിത് പരിശീലിപ്പിക്കാം. കാരണം അത്ര കട്ടിയുള്ള പദങ്ങളൊന്നും അല്ല, കുറച്ച് സംസ്കൃത പദങ്ങൾ പോലെ തോന്നുന്ന ചില പദങ്ങളുണ്ടെങ്കിലും പൊതുവേ വിഷ്ണു സഹസ്രനാമത്തിനെ അപേക്ഷിച്ച് ലളിതാ സഹസ്രനാമത്തിലെ പദങ്ങൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമുക്കത് ശീലമാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ തുടങ്ങാം. നമുക്ക് ഇനിയൊരു 2-3 മാസക്കാലമൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊങ്കാലകളും അതുപോലെ തന്നെ ഉത്സവങ്ങളും ശിവരാത്രിയും എന്ന് വേണ്ട ഏതൊരു ഉത്സവത്തിനും നമ്മൾ പൊങ്കാലയിടുന്ന ഒരു രീതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സമർപ്പണത്തിൻ്റെ ഒരു ഭാവമാണ് അവിടെ കാണുന്നത്. മാത്രമല്ല ഇനി ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരുന്നു. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാല സമർപ്പിച്ചുകൊണ്ട് ദേവീ പ്രീതിക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ആ ഉത്സവ സമയത്തും ഒക്കെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വീടുകളിലിരുന്നും ക്ഷേത്രത്തിലും ഒക്കെ വായിക്കാൻ പറ്റുന്ന ഒരു സഹസ്രനാമ ജപം തന്നെയാണ് ലളിതാ സഹസ്രനാമം. മറ്റെല്ലാ സഹസ്രനാമങ്ങളും വായിക്കാം എന്നും ഇതിൻ്റെ കൂടെ പറയുന്നു. എല്ലാത്തിനും നല്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ നോക്കുന്നത് 961 മുതൽ 970 വരെയുള്ള നാമങ്ങളാണ്. നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുന്ന ആ ഭാഗം ലോകാതീത ഗുണാതീത സർവാതീത ശമസ്മിക ബന്ധുസുമത്രഖ്യ ബാലാലീല വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസിനർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ. ആ ഒരു
ഭാഗത്താണ് ഈ നാമങ്ങൾ വരുന്നത്. 961 മുതൽ 970 വരെ ഈ ശ്ലോകങ്ങളുടെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കാം. ഇതുവരെയുള്ള എല്ലാ 960 വരെയുള്ളതും പ്ലേലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയും പ്ലേലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രമമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതെടുത്ത് നോക്കാം. അപ്പോൾ ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം 961 മുതൽ 970 വരെയുള്ള നാമമാണ്. 961 ഗുണാതീത, ത്രിഗുണങ്ങൾക്ക് അതീതയാണ് ദേവി എന്ന് പറയുന്നു. അപ്പോൾ ത്രിഗുണങ്ങൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതാണല്ലോ ത്രിഗുണങ്ങൾ. അപ്പോൾ ഈ ത്രിഗുണങ്ങൾ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും അതിൻ്റെയൊക്കെ സ്വഭാവങ്ങളിലുമൊക്കെ വ്യത്യാസം ഉള്ളത്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ അതീതയാണ് ദേവി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ദേവി എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഗുണങ്ങളുടെ സങ്കല്പങ്ങളിൽ നിന്ന് അതീതയാകുമ്പോൾ മനുഷ്യനെ പോലെ പിന്നെ എന്താ പറയുക പല ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ദുഃഖ ദുരിതങ്ങളൊന്നും അനുഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ അതീതയായ സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അതീതയാണ് ദേവി എന്നും മനുഷ്യബുദ്ധി നിർമ്മിക്കുന്ന മാനങ്ങൾ ദേവിയെ അളക്കാൻ കഴിവുള്ളവയല്ല. ഗുണങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് അതീതയായവൾ എന്നർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ ഗുണഗണങ്ങളൊക്കെ നമ്മൾ നോക്കും. അയാൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയൂല്ലേ. അപ്പോൾ പക്ഷേ ദേവിയുടെ ഗുണഗണങ്ങൾ അളക്കാനും അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണഗണങ്ങൾ അളക്കാനും ആർക്കും കഴിയില്ല. അതാണ് അതിനൊക്കെ അതീതയാണ് എന്നുള്ള അർത്ഥമാണ് ഗുണാതീത. ഇനി 962 സർവാതീത. സർവത്തിനും അതീതയാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ് ഇത്. സർവത്തിനും അതീതയാണ്. വാക്കിനോ മനസ്സിനോ ചിന്തയ്ക്കോ എത്തിച്ചേരാൻ കഴിയാത്ത ആ ഒരു മഹാത്മ്യമുള്ളവൾ ദേവി എന്ന അർത്ഥം. ഇനി 963 ശമാത്മിക. ശമം എന്ന് പറയുമ്പോൾ ഒരു ശാന്തത, ഒരു ഇന്ദ്രിയങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു ശമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ശാന്തത തന്നെ രൂപമായ ദേവി എന്ന് പറയുന്നു. അല്ലെങ്കിൽ അവികാരിയായ സ്ഥിതി എന്നർത്ഥം. അതാണ് ശമം, അത് രൂപമായിട്ടുള്ള ദേവി. ഇനി ചലനാത്മകമായ വിശ്വം ദേവിയിൽ ലയിക്കുമ്പോൾ അവികാരിയായിട്ട് തീരും എന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്രപഞ്ചത്തെ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നവൾ എന്നും അർത്ഥം. ഇനി 964 ബന്ധൂക കുസുമപ്രഖ്യ. അതായത് ബന്ധൂകത്തിന് ഉച്ചമലരി അല്ലെങ്കിൽ ചെമ്പരത്തി എന്ന് പറയും. അപ്പോൾ ചെമ്പരത്തി ചുവന്ന നിറമുള്ള പൂക്കളുള്ള വൃക്ഷമോ ചെടിയോ അതിനെയൊക്കെ ബന്ധൂക കുസുമം എന്ന് പറയാം. ഇനി ആ ബന്ധൂക പുഷ്പത്തിൻ്റെ കാന്തിയുള്ളവൾ ദേവി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ആരക്തവർണ്ണയായവൾ, അതാണ് ഒരു പദത്തിൻ്റെ അർത്ഥം, ആ നാമത്തിൻ്റെ അർത്ഥം. ഇനി 965 ബാലാദേവിയുടെ രൂപം ധരിച്ച ദേവി എന്ന് അർത്ഥം. ഇനി അടുത്തത് 966 ലീലാ വിനോദിനി. ലീലകൾ കൊണ്ട് വിനോദിക്കുന്നവൾ. അപ്പോൾ ദേവി വിനോദിക്കുന്നത് പലതരം ലീലകൾ കൊണ്ടാണ്. അപ്പോൾ ലീലകൾ ദേവിയുടെയും ഭഗവാന്റെയും ലീലകളാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഒരു സൃഷ്ടിസ്ഥിതി സംഹാരം തന്നെ ഏറ്റവും വലിയ ലീലയാണ്. ആ ഒരു ലീലകൾ കൊണ്ട് അതൊരു വിനോദമായിട്ട് ചെയ്യുന്നവൾ ദേവി മാത്രമല്ല, അതിൽ രമിക്കുന്നു. ദേവി അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത്. പലതരം ലീലകളാടി മനുഷ്യനെയും എല്ലാ തരത്തിലുള്ള രീതിയിലും പിന്നെ എന്താ പറയുക വട്ടം കറക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ല മായയിൽ. അപ്പോൾ അതിൽ രമിക്കുന്നവളുമാണ്. അതുപോലെ അതിൽ ദേവി സന്തോഷിക്കുന്നു എന്നും ആ ലീലകൾ ഒരു വിനോദം പോലെയാണ് കൊണ്ടു നടക്കുന്നതെന്ന്. പിന്നെ 967 സുമംഗലി. ശോഭനമായ മംഗല്യത്തോടു കൂടിയവൾ ദേവി നിത്യസുമംഗലിയാണ്. കാരണം ശങ്കരൻ പതിയാണല്ലോ, അതായത് ഭർത്താവായിട്ടുള്ള ശങ്കരൻ അല്ലെങ്കിൽ ശിവനോട് കൂടിയിരിക്കുമ്പോൾ ദേവി സുമംഗലിയാണ്, പതിവ്രതയായ ദേവി എന്നർത്ഥം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പിന്നെ ദേവിയെ സുമംഗലി എന്ന് പറയുന്നത്. കാരണം
പതിവ്രത എന്നും പിന്നെ ദേവിയുടെ മാംഗല്യശക്തി ഭർത്താവിന് നന്മ വരുത്തുകയും ചെയ്യുന്നു എന്ന് കരുതുന്നു. ഇനി അതുപോലെ 968 സുഖകരി. സുഖകരി സുഖത്തെ ചെയ്യുന്നവൾ. അപ്പോൾ സുഖശബ്ദം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ എല്ലാ 3 ലോകത്തിലുള്ള പലതരത്തിലുള്ള സുഖങ്ങളെ കാണിക്കുന്നു. അതൊക്കെ ചെയ്യുന്നവൾ, സുഖത്തെ ചെയ്യുന്നവൾ സുഖകരി. ഇനി പിന്നെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ 4 നേടുന്ന സുഖം, അതാണ് സുഖം. അപ്പോൾ എല്ലാ തരത്തിലുള്ള സുഖത്തെയും ചെയ്യുന്നവൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമുക്ക് എപ്പോഴാണ് സുഖം എന്ന് നമ്മൾ പറയുക? നമുക്ക് 4 തരത്തിലുള്ള പുരുഷാർത്ഥങ്ങൾ നമ്മൾക്ക് ലഭിക്കണം. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ഈ 4 ചെയ്യുന്നവൾ ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ 4 നേടുന്ന സുഖം അത് ചെയ്യുന്നവൾ, അതാണ് സുഖകരി. ഇനി 969 സുവേഷാഢ്യ. സുവേഷാഢ്യ നല്ല വേഷം കൊണ്ട് ആഢ്യയായവൾ, നല്ലവണ്ണം അലങ്കരിക്കപ്പെട്ടവൾ ദേവി എന്നർത്ഥം. ശോഭനമായ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അംഗരാഗം എന്നിവ അണിഞ്ഞിട്ടുള്ളവൾ. അപ്പോൾ ദേവിയുടെ രൂപം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു നല്ല നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അതുപോലെ പിന്നെ ഒക്കെ അണിഞ്ഞ ദേവി എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് നല്ല വേഷം കൊണ്ട് ആഢ്യയായവൾ ദേവി എന്ന അർത്ഥം. ഇനി 970 സുവാസിനി. സുവാസിനി ഭർതൃമതിയായവൾ, അതാണ് അർത്ഥം. എല്ലാ കാലത്തും ആദിയും അന്തവുമില്ലാത്ത ശ്രീ പരമേശ്വരനോട് കൂടി ഇരിക്കുന്ന ദേവിയാകയാൽ, ശ്രീ പരമേശ്വരന് ആദിയും അന്തവുമില്ലല്ലോ. ഭഗവാൻ ഇവിടെ നിത്യനാണ്, അജനാണ്, അവ്യയനാണ്. ഭഗവാന് നാശമില്ല, ജന്മമില്ല, മരണമില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ കൂടെ എന്നും ഇരിക്കുമ്പോൾ ദേവി ഭർതൃമതിയാണ്. അപ്പോൾ എന്നും ഭർത്താവ് കൂടെയുള്ള ദേവി എന്ന അർത്ഥമാണ്. ആ ഭർതൃമതി എന്ന അർത്ഥത്തിൽ ആണ് സുവാസിനി എന്ന ആ ഒരു നാമം, അല്ലെങ്കിൽ സുമംഗലി എന്നും ഇതിനർത്ഥം പറയാം. അപ്പോൾ ഇത്രയും നാമങ്ങൾ 961 മുതൽ 970 വരെയുള്ള നാമങ്ങൾ നമ്മൾ നോക്കിയത്. ലോകാതീത, ഗുണാതീത, സർവാതീത, ക്ഷമാത്മിക, ബന്ധുക, കുസുമപ്രഖ്യ, ബാലാലീല, വിനോദിനി, സുമംഗലി, സുഖകരി, സുവേഷാഢ്യ, സുവാസിനി, സുവാസിനർഷണ പ്രീത, ശോഭന, ശുദ്ധമാനസ. ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 961 മുതൽ 970 വരെയുള്ള നാമങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.